2024 അമരാവതിയിലെ ഒരു NDA യോഗത്തിൽ വെച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പവിത്രമായ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർന്നിട്ടുണ്ടെന്നായിരുന്നു ഈ ആരോപണം. മുൻ മുഖ്യമന്ത്രിയും YSR കോൺഗ്രസ് നേതാവുമായ YS ജഗൻമോഹൻ റെഡ്ഡിക്കും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനുമെതിരെയായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണങ്ങൾ. എന്നാൽ ഭക്തജന ലക്ഷങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ഈ വിഷയത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ CBIയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2024 സെപ്റ്റംബർ 18 ചന്ദ്രബാബു നായിഡു ഈ ഗുരുതരമായ ആരോപണങ്ങൾ ആദ്യമായി ഉന്നയിച്ചത്. അതായത് അദ്ദേഹം അധികാരത്തിലെത്തി കൃത്യം 100 ദിവസം പിന്നിട്ടപ്പോൾ അമരാവതിയിൽ വെച്ച് നടന്ന NDA സഖ്യകക്ഷികളുടെ നിയമസഭാ കക്ഷിയോഗത്തിൽ വെച്ചായിരുന്നു ആരോപണങ്ങളുടെ കെട്ടഴിച്ചത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതിയിൽ ലഡ്ഡു നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന നെയ്യിൽ ബീഫ് ടാലോ, പന്നിക്കൊഴുപ്പ്, മീനെണ്ണ എന്നിവ കലർന്നിരുന്നു എന്നായിരുന്നു ആരോപണം. ഗുജറാത്തിലെ ഒരു ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ആധാരമാക്കിയായിരുന്നു ഈ അവകാശവാദം. ആരോപണം ഉന്നയിച്ച് അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 19 ആരോപണത്തിന് ആധാരമായ ലാബ് റിപ്പോർട്ട് തെളിവായി തെലുഗുദേശം പാർട്ടി പുറത്തുവിട്ടു. ഗുജറാത്തിലെ NDDB ലാബിൽ 2024 ജൂലൈ മാസത്തിൽ നടത്തിയ പരിശോധനയുടെ ഫലമായിരുന്നു ഇത്. ലാബ് റിപ്പോർട്ടിൽ ലഡുവിൽ ഉപയോഗിച്ച നെയ്യ് ശുദ്ധമായ വെജിറ്റേറിയൻ നെയ്യ് അല്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ക്ഷേത്രത്തിന്റെ പവിത്രത വീണ്ടെടുക്കുന്നതിനായി തിരുമലയിൽ ശാന്തി ഹോമം നടത്താൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടു. രാഷ്ട്രീയ ഭരണഘടനാ പദവികൾ അലങ്കരിക്കുന്നവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ദൈവത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടെ കേസ് അന്വേഷിക്കാനായി CBI ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ 5 അംഗ സ്വതന്ത്ര അന്വേഷണ സംഘത്തെയും സുപ്രീം കോടതി നിയമിച്ചു. ഈ സമിതിയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടുള്ള നിർണായക കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. ലഡുവിൽ ഉപയോഗിച്ച നെയ്യിൽ ബീഫ് ടാലോയോ മറ്റ് മൃഗക്കൊഴുപ്പുകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധനയ്ക്ക് വിധേയമാക്കിയ സാമ്പിളുകളിൽ സിന്തറ്റിക് നെയ്യ് അല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ സസ്യ എണ്ണകളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. അതായത് ഇത് ശുദ്ധമായ നെയ്യ് അല്ലായിരുന്നു. പക്ഷേ ആരോപിക്കപ്പെട്ടതുപോലെ മൃഗക്കൊഴുപ്പ് ആയിരുന്നില്ല എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന കണ്ടെത്തലാണ് CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളോട് ഇരുപക്ഷവും രൂക്ഷമായാണ് പ്രതികരിച്ചത്. മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം തള്ളിക്കളഞ്ഞത് ജഗൻമോഹൻ റെഡ്ഡിക്ക് രാഷ്ട്രീയമായ ആശ്വാസം നൽകിയപ്പോൾ നെയ്യെന്ന പേരിൽ നൽകിയത് രാസമിശ്രിതമാണെന്ന കണ്ടെത്തൽ ചന്ദ്രബാബു നായിഡു തന്റെ ആരോപണങ്ങൾക്കുള്ള അടിവരയായി ഉയർത്തിക്കാട്ടുന്നു. CBI റിപ്പോർട്ട് പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞതായി ജഗൻമോഹൻ റെഡ്ഡിയും പാർട്ടിയും അവകാശപ്പെടുന്നുണ്ട്. ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയെന്ന ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം നുണയാണെന്ന് CBI കണ്ടെത്തിയതോടെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചതിന് നായിഡുവും പവൻ കല്യാണും പരസ്യമായി മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനായി സനാതനധർമ്മത്തെയും ഭക്തരുടെ വികാരത്തെയും നായിഡു ആയുധമാക്കിയെന്നും CBI കുറ്റപത്രത്തിൽ ഒരു YSRCP നേതാവിന്റെ പോലും പേരില്ലാത്തത് തങ്ങളുടെ നിരപരാധിത്വത്തിന് തെളിവാണെന്നും പാർട്ടി വക്താക്കൾ പ്രതികരിച്ചു. അതേസമയം മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ലെങ്കിലും ലഡ്ഡു നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ശുദ്ധമായ നെയ്യല്ല എന്ന കണ്ടെത്തലിൽ നായിഡു ഉറച്ചു നിൽക്കുന്നു. നെയ്യ് എന്ന പേരിൽ ക്ഷേത്രത്തിൽ വിതരണം ചെയ്തത് പാലോ വെണ്ണയോ ഉപയോഗിക്കാത്ത സിന്തറ്റിക് കെമിക്കൽ മിശ്രിതമായിരുന്നുവെന്ന് CBI കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൃഗക്കൊഴുപ്പിനേക്കാൾ ഭീകരമായ രാസവസ്തുക്കളാണ് ഭക്തർക്ക് പ്രസാദമായി നൽകിയതെന്നാണ് ഇപ്പോൾ TDPയുടെ പുതിയ വാദം. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് 68 ലക്ഷം കിലോ കൃത്രിമ നെയ്യ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്രിമിനൽ അനാസ്ഥയാണെന്നും ഇതിന് ജഗൻ മറുപടി പറയണമെന്നും നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും കോടിക്കണക്കിന് ആളുകൾ പവിത്രമായി കാണുന്ന തിരുപ്പതി ലഡ്ഡു പോലെയുള്ളവയുടെ കാര്യത്തിൽ. എന്നാൽ ഗുണനിലവാരമില്ലാത്ത നെയ്യ് ഉപയോഗിച്ചു എന്നതും മൃഗക്കൊഴുപ്പ് കലർത്തി എന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ജനങ്ങളുടെ മതവികാരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം വികാരപരമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയാണ് ഇപ്പോൾ CBIയുടെ കണ്ടെത്തലോടെ ഉണ്ടായിരിക്കുന്നത്.